മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളോളം തന്നെ മൂല്യമുള്ള നടിമാരുണ്ട്. മഞ്ജു വാര്യർ അതിൽ എക്കാലത്തെയും വലിയ താരമാണ്. ശോഭനയും അതുപോലെ തന്നെയാണ്. എന്നാൽ താരറാണിയിൽ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താര റാങ്കിങ്ങുകളും ഒരുപാട് ഉയർന്നു. തുടർച്ചയായി ഹിറ്റുകൾ നേടി യുവനടിമാർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർമാക്സ് മീഡിയയുടെ ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ജൂൺ മാസത്തിൽ വന്നിരിക്കുന്നത്. മഞ്ജു വാര്യർക്ക് 1-ാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. ഓർമാക്സ് മീഡിയയുടെ ജനപ്രീതി നേടിയ നടിമാരുടെ ലിസ്റ്റിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് മഞ്ജു വാര്യറാണ്. അതിന് വലിയ മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു യുവനടിയാണ് മഞ്ജുവിൽ നിന്ന് താരറാണി പട്ടം സ്വന്തമാക്കിയത്. ജനപ്രീതിയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമിത ബൈജു ആണ്. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല മമിത 1-ാം സ്ഥാനത്ത് എത്തുന്നത്. ജൂൺ മാസത്തിലും 1-ാം സ്ഥാനത്ത് മമിത തന്നെയായിരുന്നു. പ്രേമലു എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് മമിത താരമൂല്യത്തിൽ 1-ാമതെത്തിയത്. ഈ വർഷം റിലീസായ ചിത്രം ബോക്സ് ഓഫീസിൽ 130 കോടിയിലേറെ നേടിയിരുന്നു. തമിഴിലും തെലുങ്കിലുമെല്ലാം മമിതയ്ക്ക് നിരവധി അവസരങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം പ്രേമലുവിൻ്റെ വിജയത്തിന് ശേഷം സാധ്യമായത്. തെലുങ്കിലും പ്രേമലു വലിയ വിജയമായിരുന്നു. രാജമൗലി അടക്കമുള്ള മമിതയെ പ്രശംസിച്ചിരുന്നു. ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമെല്ലാം മമിതയ്ക്ക് 1-ാം സ്ഥാനം നിലനിർത്താൻ സഹായിച്ച കാര്യമാണ്. അതേസമയം മഞ്ജു വാര്യരെ വീഴ്ത്തിയാണ് മമിത 1-ാമതെത്തിയത് എന്നതും നേട്ടത്തിൻ്റെ മികവ് വർദ്ധിപ്പിക്കുന്നു. മഞ്ജു വാര്യർ 2-ാം സ്ഥാനത്തേക്കാണ് വീണത്. എന്നാൽ സിനിമകൾ പരാജയപ്പെട്ടതുകൊണ്ട് ജനപ്രീതിയിൽ ഇടിവ് വന്നതല്ല. മലയാളത്തിൽ മഞ്ജുവിൻ്റെ സിനിമകൾ അടുത്തൊന്നും റിലീസ് ചെയ്തിട്ടില്ല. തുടർച്ചയായി സിനിമകൾ മഞ്ജു മലയാളത്തിൽ ചെയ്യുന്നില്ല. എമ്പുരാനാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം. മോഹൻലാലിനൊപ്പമുള്ള ഈ ചിത്രം താരസിംഹാസനം തിരിച്ചുപിടിക്കാൻ മഞ്ജുവിനെ സഹായിക്കുമെന്നത് ഉറപ്പാണ്. തമിഴിൽ രജനീകാന്തിനൊപ്പം വേട്ടയ്യനും വരാനുണ്ട്. തമിഴിൽ വേറെയും പ്രൊജക്റ്റിൽ മഞ്ജുവിനുണ്ട്. ഇതെല്ലാം പ്രതീക്ഷയേറെയുള്ള പ്രൊജക്റ്റുകളാണ്. അതേസമയം 3-ാം സ്ഥാനത്തിലും വമ്പൻ മാറ്റമുണ്ട്. അവിടേക്കും ഒരു യുവതാരമാണ് എത്തിയിരിക്കുന്നത്. അനശ്വര രാജനാണ് 3-ാം സ്ഥാനത്തുള്ളത്. തുടർ ഹിറ്റുകൾ സമ്മാനിക്കുന്നതാണ് അനശ്വരയ്ക്ക് നേട്ടമായി മാറുന്നത്. നേര്, അബ്രഹാം മോസ്ലർ, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ വലിയ ഹിറ്റുകൾ അനശ്വരയ്ക്ക് അടുത്തിടെയുണ്ട്. ഇനി വരാനിരിക്കുന്നതും വലിയ ചിത്രങ്ങളാണ്. 4-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നത് ശോഭനയാണ്. കൽക്കിയിൽ നിർണായക വേഷം ശോഭനയ്ക്കുണ്ടായിരുന്നു.